ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ മെറ്റിയോർ എന്ന ഈ ഒരു ഹെവി വണ്ടി ഈ റോഡിൽ മറിഞ്ഞു വീണാൽ എന്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് മറിഞ്ഞ് വീണു. അതായത് ഒരു വണ്ടി തന്നെ വന്ന് മുട്ടി. അതായത് ഞാൻ U-turn എടുക്കുന്ന സമയത്ത് വണ്ടി ഒന്ന് മുട്ടി. അപ്പോൾ ഞാൻ ഒന്ന് മറിഞ്ഞു വീണു. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തൊരു U-turn എടുക്കുകയായിരുന്നു. അപ്പോൾ U-turn എടുക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ, പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇതിൻ്റെ ടേണിങ് റേഡിയസ് അല്പം കൂടുതലാണ്. അപ്പോൾ ടേണിങ് റേഡിയസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വണ്ടിയുടെ ഒരു ടേണിങ് റേഡിയസ് ഇതിന് വെക്കാൻ പറ്റില്ല. കാരണം ഇതിന് ഹെവി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ വളച്ച് കഴിഞ്ഞാൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം നോർമൽ ഇത്രയും വലിയ വണ്ടി തന്നെ ഞാൻ പലപ്പോഴും വളക്കാൻ നേരത്ത് നമുക്ക് ചെറുതായിട്ടൊരു ബാലൻസ് പോണ പോലെ തോന്നും. വീണ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയായിട്ട് മറിഞ്ഞ് വീഴും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ടേണിങ് റേഡിയസ് ഇത്തിരി കൂടുതലുള്ളത്. അപ്പം ടേണിങ് റേഡിയസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരല്പം നമ്മൾ റോഡിലോട്ട് കയറ്റി എടുക്കേണ്ടി വരും U-turn ഒക്കെ എടുക്കുമ്പോൾ. അപ്പം ഞാൻ U-turn എടുക്കുന്ന വഴിക്ക് തന്നെ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നിർത്തി വണ്ടി. അത് കഴിഞ്ഞ് ഞാൻ ഒരല്പം കൂടി മുന്നോട്ട് ഇങ്ങനെ എടുക്കുന്ന വഴിക്ക് അവർ പതുക്കെ കയറ്റി വന്ന് ഇതുമേലെ ചെറുതായിട്ട് മുട്ടി. അപ്പോൾ വലിയ മുട്ടലൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് മുട്ടി. ഞാൻ വണ്ടിയോട് കൂടിയാണ്ട് മറിഞ്ഞ് വീണു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വണ്ടി ഹെവി ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മളുടെ മേത്തേക്ക് മറിഞ്ഞ് വീഴും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ക്രാഷ് കാർഡും പിന്നെ നമ്മളുടെ ഇവിടെ വെച്ചിരിക്കുന്ന പില്ലിയൻ്റെ ഫുഡ് റെസ്റ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊരു വളരെ ലൈഫ് സേവിങ് ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആംഗിൾ ലെഗ് ഗാർഡ് ഒരല്പം വലുതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടിയായിട്ട് നോക്കുമ്പോൾ ഒരല്പം വലുതാണ്. പക്ഷേ വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇതിൻ്റെ വേറെ എങ്ങും മുട്ടിയില്ല. ശരിക്കും വണ്ടിയുടെ എങ്ങും മുട്ടിയില്ല. ആകെ മുട്ടിയെന്ന് പറയുന്നത് ഇതിൻ്റെ, ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്കാണ് മറിഞ്ഞു വീണത്. അപ്പോൾ ഇതിൻ്റെ ഈ ലെഗ് ഗാർഡും പിന്നെ ഈ പില്ലിയൻ കാലിന് വെച്ചിരിക്കുന്ന ഈ കാലി വിട്ടാനുള്ള പില്ലിയൻ റെസ്റ്റുമാണ് ശരിക്ക് താങ്ങി നിന്നത്. അപ്പം ഇതിൻ്റെ സൈലൻസറോ അല്ലെങ്കിൽ ഹാൻഡിലിൻ്റെ ഈ ഹാൻഡിലോ ഒന്നും മുട്ടിയില്ല ശരിക്കും താഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി വളരെ എന്താ പറയുക, വണ്ടിയിൽ ക്രാഷോ ഒന്നും സംഭവിച്ചില്ല. ബാംഗ്ലൂർ ബലന്തൂരിപ്പുറം തന്നെ സർജാപൂർ റോട്ടിലുള്ള തലശ്ശേരി ഹോട്ടലുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള U-turn സംഭവിച്ചത്. ആകെ ഒന്ന് ചെറിയൊരു പോറൽ മാത്രമേ ഉള്ളൂ ക്രാഷ് കാർഡിൽ. പില്ലിയൻ്റെ ഫുഡ് റെസ്റ്റിന് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല, ജസ്റ്റ് ഒരു പാട് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റോയൽ എൻഫീൽഡിന് തന്നെ സൂപ്പർ മെറ്റിയോറിൻ്റെ ലെഗ് ഗാർഡാണ്. നല്ല ക്വാളിറ്റിയാണ്, ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ വണ്ടി ഒന്ന് ഇടിച്ചത് പോളോ ആണ്. അപ്പോൾ പോളോൻ്റെ പെയിൻ്റാണ് ഇതുമേലെ ഇങ്ങനെ അയക്കണത്. അപ്പം പോളോ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനാണ്. അപ്പോൾ പയ്യൻ ഇത്തിരി പേടിച്ചാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ ഡാമേജ് നോക്കുമ്പോൾ ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് പോളോൻ്റെ ബമ്പറിലേക്ക് കയറിയിട്ട് ബമ്പർ ഓൾമോസ്റ്റ് പുറത്തേക്ക് വന്നു. അപ്പോൾ നമ്മളുടെ വണ്ടിക്കൊന്നും പറ്റിയില്ല, പ്രത്യേകിച്ച് ഇത്തിരി ഒരു ചെറിയൊരു പോറലല്ലാണ്ടൊന്നും പറ്റിയില്ല. പോളോൻ്റെ ഫ്രണ്ടിലെ ബമ്പർ ഫുള്ളായിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. സീ യു ലേറ്റർ. ബൈ.